മറ്റൊരു വാട്ടർ കളർ പോർട്രേറ്റ് ആണെന്ന് നമ്മൾ ചെയ്യുന്നത്. ബ്രസ്റ്റോയുടെ 300 GSM പേപ്പറിലാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത്. ഓറഞ്ച്, കൊബാൾട്ട് ബ്ലൂ, ക്രിംസൺ ലേക്ക്, വിരിഡിയൻ ഹ്യൂ, വയലറ്റ് തുടങ്ങിയ കാംലിൻ്റെ വിവിധ നിറങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ പോർട്രേറ്റിൽ നമ്മൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡിന് ഒരു അല്പം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിനാദ്യം ഒരു സിമ്പിൾ സ്കെച്ച് നമ്മൾ ചെയ്യാണ്. ഗ്രിഡ് ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് പെൻസിൽ ഷെയ്ഡിങ് ട്യൂട്ടോറിയൽസ് ആവശ്യമെങ്കിൽ ഈ ചാനലിൽ തന്നെ അത് ലഭ്യമാണ്, ഇംഗ്ലീഷ് സബ് ടൈറ്റിലോട് കൂടിയിട്ട്. ഈ പെയിൻറ്റിങ്ങിൽ നമ്മൾ സാധാരണ ആക്ച്വൽ നിറങ്ങൾ മാത്രമല്ല, കുറച്ച് സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് വിവിധ വർണ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പോർട്രേറ്റ് ചെയ്യുന്നത്. സാധാരണ ലൈറ്റിൽ നിന്നും ഡാർക്കിലേക്കാണ് വാട്ടർ കളർ പോർട്രേറ്റ് നമ്മൾ ചെയ്ത് പോകാറുള്ളത്. ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ വളരെ ഡാർക്കായിട്ടുള്ള ഏരിയാസ് ആദ്യം ചെയ്തതിന് ശേഷം ലൈറ്റിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കണ്ണിൻ്റെയും മറ്റ് ഭാഗങ്ങളുമൊക്കെ ഏറ്റവും ഡാർക്കായിട്ടുള്ള നിറങ്ങളാണ് ആദ്യം കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു സൗകര്യം തുടക്കക്കാർക്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ ആദ്യം ചെയ്തു കഴിഞ്ഞാൽ പേപ്പറിൽ മറ്റു ഭാഗത്തൊന്നും പെയിൻറ്റ് വന്നിട്ടില്ലാത്തതുകൊണ്ട് കുറേ കൂടി കൃത്യമായിട്ടും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. നമ്മളാകെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് കണ്ണിൻ്റെ ഭാഗം സ്പെസിഫിക് ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര തന്നെ സ്വാതന്ത്ര്യം പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അത് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നീട് സ്കിൻ ടോൺ അപ്ലൈ ചെയ്യുകയാണ്. ലൈറ്റ് റെഡും അതുപോലെ ഓറഞ്ചും മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ലവണ്ണം നിറങ്ങൾ നമ്മൾ ആദ്യം തന്നെ കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ആവശ്യമുള്ള ഭാഗത്തേക്ക് ലൈറ്റും ഷെയ്ഡും കരുതിക്കൊണ്ട് ലയിപ്പിച്ച് ചേർത്താൽ മതിയാകും. ക്രിംസൺ ലേക്ക് നേരിട്ട് ഉപയോഗിക്കുകയാണ്. നിറങ്ങൾ നമ്മൾ മാറി മാറി മിക്സ് ചെയ്ത് ഉപയോഗിക്കുക, ഒരേ നിറത്തിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കരുത്. മുകളിൽ നിന്നും ലൈറ്റ് വീഴുന്നു എന്ന അസംഷനിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നല്ലവണ്ണം ലൈറ്റുള്ള ഭാഗങ്ങൾ പേപ്പർ വൈറ്റ് തന്നെ നിലനിർത്തിക്കൊണ്ട് പെയിൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. നേരത്തെ പറഞ്ഞ പോലെ കണ്ണിൻ്റെ വളരെ സൂക്ഷ്മമായ ഭാഗങ്ങൾ ആദ്യം ചെയ്തതുകൊണ്ട് നമുക്ക് പിന്നീട് അവിടെ അല്പം സ്വാതന്ത്ര്യം വർക്ക് ചെയ്യുന്നതിന് കൂടുതലാണ്. പെയിൻറ്റ് ഇളകി പോവാതെ നോക്കിയാൽ മതി. വയലറ്റിലേക്ക് മിക്സ് ചെയ്തിരിക്കുകയാണ് കളറ്. ഇവിടെ ബ്ലൂ കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ടിപ്പിക്കലായിട്ടുള്ള സ്കിൻ ടോൺ എന്നതിലുപരിയായിട്ട് കളറുകളുടെ ഒരു ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഒരു വർക്കിൻ്റെ സ്വാതന്ത്ര്യം എന്ന രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. മുടിയുടെ ഈ ഭാഗങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന രീതിയിൽ കൊബാൾട്ട് ബ്ലൂ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. താഴേക്ക് ഷെയ്ഡ് വരുന്ന സമയത്തേക്ക് നമ്മൾ കുറച്ചുകൂടി ഡാർക്ക് ബ്ലൂ, വയലറ്റ്, റെഡും അല്പം മിക്സ് ചെയ്തിട്ടുണ്ട്. താഴെ ഭാഗത്ത് ഷെയ്ഡ് വരുന്ന ഭാഗമാണ് നമ്മൾ ഇപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നത്. എങ്കിലും ഭാഗത്ത് അധികം കളറുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് പിക്ക് ചെയ്തിട്ട് എടുക്കാൻ സാധിക്കും. ക്രിംസണിലേക്കും ബ്ലൂവും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വയലറ്റ് പെയിൻ്റാണ് ലഭിക്കുക.
ചുണ്ടിൻ്റെ ഭാഗത്തുള്ള ലൈറ്റിൻ്റെ ഷാഡോസ് പെയിൻറ്റ് ചെയ്ത് ചേർക്കാം. പൂർണ്ണമായും ലൈറ്റിൽ വരുന്ന ഭാഗങ്ങൾ പേപ്പർ വൈറ്റിൽ തന്നെ നിലനിർത്താൻ ശ്രദ്ധിക്കുക. മുടിയുടെ ഭാഗങ്ങളിൽ നല്ല ഡാർക്ക് കളർ ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് കൊടുക്കുകയാണ്. ഏറ്റവും ലൈറ്റ് ഉള്ള ഈ ഭാഗങ്ങളെ നമുക്ക് കൃത്യമായി കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് ചേർക്കേണ്ടി വരും. കാരണം ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് പല നിറങ്ങൾ ഉപയോഗിച്ചിട്ട് കളർ ചെയ്യുകയാണ്. ചെയ്യുന്ന സമയത്ത് ഫേസ് കുറെ കൂടി തെളിഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കുകൾ ചുണ്ടിൻ്റെ ഈ ഭാഗങ്ങളിൽ ഒക്കെ ചെറിയ ബ്രഷ് കൊണ്ട് ചെയ്യാം. നേരത്തെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ള ബ്രഷുകളാണ്. ഡീറ്റെയിൽസ് ചെയ്യും തോറും പിന്നെ പിക്ചർ കൂടുതൽ വ്യക്തമായി വരുന്നത് നമുക്ക് കാണാം. ട്രാൻസ്പെറൻസി നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. കൊണ്ട് ബ്രഷിൻ്റെ പാച്ചസ് ഉണ്ടാവും. പക്കാ റിയലിസ്റ്റിക് മോഡലല്ല ചെയ്യുന്നത്. ഇത് ഒരു സ്റ്റൈലാണ്. നമുക്ക് റിയലിസ്റ്റിക്കായി ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് വൈറ്റ് പോർഷനിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് ചെയ്യുകയും ചെയ്യാം. അല്പം ഫ്രീ ആയിട്ട് തന്നെ മുടിയുടെ ഭാഗങ്ങളൊക്കെ പോയിന്റ് ബ്രഷ് കൊണ്ട് നമുക്ക് പെയിൻറ്റ് ചെയ്ത് ചേർക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ടായിരിക്കും. ഫോട്ടോ റിയലിസ്റ്റിക്കായി ചെയ്യുമ്പോൾ അത്രയും സ്വാതന്ത്ര്യം നമുക്ക് വർക്കിൽ ഉണ്ടാവില്ല. കാരണം എക്സാക്റ്റ് കോപ്പി വർക്കാണ് എന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കേണ്ടി വരും. വർക്കിൻ്റെ ഏതാണ്ട് ഫിനിഷിങ് ടച്ചിലേക്ക് നമ്മൾ പോവുകയാണ്.
ഏറ്റവും ഡാർക്കായിട്ടുള്ള കളർ കൂടി പെയിൻറ്റ് ചെയ്ത് അവസാനത്തെ ചില ടച്ചുകളാണ് നമ്മൾ ചെയ്യുന്നത്. വാട്ടർ കളറിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചേർക്കാവുന്നതാണ്. മറ്റൊരു വർക്കുമായി വീണ്ടും കാണാം.